ഹലോ, ഇന്നൊരു സ്പെഷ്യൽ മസാല ഇട്ടൊരു ചിക്കൻ കറിയായിട്ട് തയ്യാറാക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, പിന്നെ തൈരും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം കേട്ടോ. കുറച്ച് നേരം ഈ മസാലയ്ക്ക് പിടിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ കറിയിലേക്ക് വേണ്ട മറ്റുള്ള സാധനം കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുത്ത് വെളിച്ചെണ്ണയിൽ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പെരിഞ്ചീരകം, മല്ലി, കുരുമുളക്, കുറച്ച് കശുവണ്ടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. സവാളയൊക്കെ വാടുന്ന നേരം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ചൂടായത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ ഈ ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള മസാല. പൊടിച്ചെടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വാടി വന്നിട്ടുള്ള സവാളയിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പാകമായ ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് പാകത്തിന് വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. ഈ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആണിട്ടത്.